യെസ്, എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെയും ഇന്ത്യൻ ഫുട്ബോളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 100 ലൈക്കിൻ്റെ ടാർഗറ്റ്, എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റോഹിത് കൃഷ്ണയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഫിജിയൻ ഇൻ്റർനാഷണലാണ് റോഹിത് കൃഷ്ണ. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്രാവശ്യം ഫിജി വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ 2ാം റൗണ്ടിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു റൗണ്ടിലൂടെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ വേൾഡ് കപ്പ് കളിക്കുമെന്ന രീതിയിലേക്ക് പോകും. എന്തായാലും നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ക്വാളിഫയർ 1 പോലും കടക്കാൻ സാധിച്ചില്ല. എന്തായാലും റോഹിത് കൃഷ്ണയ്ക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വേൾഡ് കപ്പ് തന്നെ കളിക്കാൻ സാധിച്ചെന്ന് വരാം. ആ ഒരു അവസ്ഥയിലേക്കാണ് ഫിജി നാഷണൽ ടീം പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് എന്തായാലും ഒരു ഓൾ ദ ബെസ്റ്റ്, കാരണം ക്വാളിഫയർ 2 ഒക്കെ കടന്ന് അദ്ദേഹം വേൾഡ് കപ്പ് കളിക്കുന്ന രീതിയിലേക്ക് പോകട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈസ്റ്റ് ബംഗാൾ മോഹമ്മദൻസ് മാച്ച് അനാവശ്യമായിട്ട് 2 റെഡ് കാർഡ് തുടക്കത്തിലെ മിനിറ്റുകളിൽ തന്നെ വന്നൊരു മാച്ചായിരുന്നു. എന്തായാലും റെഡ് കാർഡ് കിട്ടിയത് നമ്മുടെ നന്ദകുമാർ ശേഖറിനും അതുപോലെ തന്നെ നോറം മഹേസിങ്ങിനുമാണ്. എന്തായാലും നോറം മഹേസിങ് ആ ഒരു മാച്ചിൽ റെഡ് കാർഡ് കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന് അടുത്ത മാച്ച് കളിക്കാൻ പറ്റില്ല, അതുപോലെ നന്ദകുമാർ ശേഖറിനും അടുത്ത മാച്ച് കളിക്കാൻ പറ്റില്ല. ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഗ്രൗണ്ടിലെ മിസ്ബിഹേവിയർ കാരണം മഹേഷ് നോറത്തിന് ഒരു മാച്ച് അല്ലെങ്കിൽ ഒന്നിലധികം മാച്ച്, ഇപ്പോൾ ഒരു മാച്ച് മിസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇനി 1, 2, 3 മാച്ചൊക്കെ മിസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അമാവയും ബിജോയും അവരൊരു വർക്കൗട്ട് ചെയ്യുന്നൊരു ഇമേജ് പങ്കുവച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട്, അതായത് തിരിച്ചുവരവിൻ്റെ തയ്യാറെടുപ്പിലാണ്, അതിൻ്റെ ഒരു ഹാർഡ് വർക്കിലാണ് ഞങ്ങളെന്ന് അവർ തന്നെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഉറപ്പായിട്ടും രണ്ടുപേരുടെ സേവനം വളരെ വലുതാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഡിഫൻസും വീക്കാണ്, നമ്മുടെ വിങ്സും വീക്കാണ്. വിങ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് വിങ് വീക്കാണ്. നമുക്ക് അമാവിയെ റൈറ്റ് വിങ്ങിലും കളിപ്പിക്കാം, ലെഫ്റ്റ് വിങ്ങിലും കളിപ്പിക്കാം. സോ എന്തായാലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതിൻ്റെ പരിക്കൊണ്ട് അത് മാറി വരട്ടെ.